ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. സയൻസിൻ്റെ മീനിങ്, ഡെഫിനിഷൻസ് ആൻഡ് നേച്ചർ. സയൻസിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, ദ വേർഡ് കംസ് ഫ്രം എ ലാറ്റിൻ വേർഡ് സയൻഷ്യ. എറ്റിമോളജിക്കലി ദ സയൻഷ്യ മീൻസ് നോളേജ്. ദെൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ സയൻസിനെ നമുക്ക് നോക്കിക്കാണാം. സയൻസിൻ്റെ മീനിങ് വിവിധ തരത്തിൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ, സയൻസ് മീൻസ് ദ പെർസ്യൂട്ട് ഓഫ് നോളേജ്. സയൻസ് ദ ആക്ഷൻ ഇൻറ്റൻഡഡ് ടു ഗെറ്റ് നോളേജ്. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സയൻസ് മീൻസ് ദ പെർസ്യൂട്ട് ഓഫ് നോളേജ് എന്നുള്ളത് എന്ത് നോളേജ് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ നമുക്ക് സയൻസ് ആയിട്ട് കണക്കാക്കാം. ദെൻ science is a heap of knowledge. Heap of knowledge in the means accumulation of facts, terms, concepts, theories, etc. അക്യുമുലേഷൻ ഉദ്ദേശിക്കുന്ന വെറും ഒരു അക്യുമുലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല ശരിക്കും. ഹീപ്പ് എന്നുള്ളതൊരു ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. എങ്കിൽ കൂടി ഒരു കണക്ഷൻസ് ആണ്. എല്ലാ ഫാക്ട്സും കൺസെപ്റ്റ്സും ടേംസും തമ്മിലൊരു ഒരു ഒരു കൺസിഡറബിൾ പാറ്റേണിലുള്ള ഒരു കളക്ഷൻസ് ഇതിന് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നോളേജിൻ്റെ ഒരു ഹീപ്പാണ്, അല്ലെങ്കിൽ ഒരു കുന്നുകൂടലാണ് നമുക്ക് സയൻസിനെ കണക്കാക്കാം. അങ്ങനെ ദെൻ സയൻസ് ഈസ് എ വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. സയൻസിൽ ഇൻവെസ്റ്റിഗേഷൻസിനും ഒബ്സർവേഷൻസിനും റിസർച്ചിനും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ ഒരു വേ, ഏത് രീതിയിലാണ് സയൻറ്റിസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നത്? എല്ലാ സയൻറ്റിസ്റ്റും ചെയ്യുന്ന രീതി ഒന്നാണെന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. അവരുടേതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും അവരുടെ പ്രൊസീജിയേഴ്സും സയൻറ്റിഫിക് മെത്തേഡും. എന്നിരുന്നാലും ഡെഫിനറ്റായിട്ട് ചില പാറ്റേണിലൂടെ പോകേണ്ടതുണ്ട്. സയൻറ്റിഫിക് സ്റ്റഡീസ് എല്ലാം തന്നെ പോകേണ്ടതായ ചില പാറ്റേൺസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ദ വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ദെൻ സയൻസ് ഇസ് എ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, സയൻസ് എന്ന് പറയുന്നത് ടേംസ്, ഫാക്ട്സ്, അതായത് പ്രോഡക്റ്റ് ഓഫ് സയൻസ് എന്നുള്ളതാണ് ഈ ടേംസ്, ഫാക്ട്സ്, കൺസെപ്റ്റ്സ്, തിയറീസ്, എക്സെട്ര. അപ്പോൾ ഇത് ഒരു സിസ്റ്റമറ്റൈസ്ഡ് വേയിലാണ് ഇത് പോയിരിക്കുന്നത്, അത് കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. നോളേജിൻ്റെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കണക്ട് ചെയ്ത് ടേംസ് ഏറ്റവും ചെറിയ നോളേജായി നമുക്ക്, അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടേംസാണ്. ഈ ടേംസ് ഇൻ്റർലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫാക്ട്സുകൾ ഉണ്ടാവാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ കൂടി ചേർന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവാം. അങ്ങനെ വളരെ സിസ്റ്റമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളേജ് ബോഡിയാണ് നമ്മൾ സയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, സയൻസ് ഇസ് എ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിനൻസ് എല്ലാം തന്നെ ഹ്യൂമൻ ഇൻ്റലക്റ്റ് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സ് എന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യകാരണ സഹിതമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത്രയും കാലം സയൻറ്റിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെ തന്നെയാണ്. അപ്പോൾ അത് അവരുടെ ഹ്യൂമൻ ഇൻ്റലക്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പോൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ഹ്യൂമൻ ഇൻ്റലക്റ്റിനെ ഹെൽപ്പ് ചെയ്യത്തക്ക വിധം എല്ലാ സ്റ്റഡീസിനെയും എല്ലാ ഇൻസ്ട്രുമെൻസും നമുക്ക് യൂസ് ചെയ്തിട്ട് മാക്സിമം അതിനെ ഓരോ നാച്ചുറൽ ഫിനോമിനനെയും റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ആ റിവീൽ ചെയ്യുന്ന തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്
കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്കത് റിവീൽ ചെയ്ത് മറ്റുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് കൂടാതെ വരുന്ന സാധാരണ ജനങ്ങൾക്കും മനസ്സിലാവുന്ന തരത്തിൽ അതിന് ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സയൻസ് ഈസ് എൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ നാച്ചുറൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സയൻസ് ഈസ് നത്തിങ് ബട്ട് ദ ട്രെയിൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സിന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു പോയിൻ്റാണിത്. സയൻസ് ഇസ് നത്തിങ് ബട്ട് ദ ട്രെയിൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഡെഫിനിഷൻസ്, നമുക്കൊരു 1-2-3 ഡെഫിനിഷൻസ് നമ്മളിവിടെ ഫെമിലറൈസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെയും കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. വളരെ കോംപ്രിഹെൻസീവായ ഒരു ഡെഫിനിഷനാണ് ഫിറ്റ്സ്പാട്രിക്കിൻ്റെ. അക്കോർഡിംഗ് ടു ഫിറ്റ്സ്പാട്രിക്, science is a cumulative and endless series of empirical observation which result in the formation of concepts and theories, with both concepts and theories being subject to modifications in the light of further empirical observations. Science is a body of knowledge and the process of acquiring and refining knowledge. What is meant by empirical observations? Empirical observations എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻസ് ഡൺ ബൈ സെൻസസ്. സെൻസ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിനെ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒബ്സർവേഷൻസിനെല്ലാം തന്നെ നമുക്ക് എംപരിക്കൽ ഒബ്സർവേഷൻസ് എന്ന് പറയാം. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ കണ്ടിന്യൂസ് ആയ എൻഡ്ലെസ് ആയി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ചില കൺസെപ്റ്റ്സുകളുടെയും തിയറീസിൻ്റെയും ഫോർമേഷന് കാരണമാകുന്നത് തന്നെയാണ് എംപരിക്കൽ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ്. ഈ കണ്ടെത്തിയിരിക്കുന്ന കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് എന്ന് പറയുന്നത് ഫൈനൽ അല്ല, ഒരിക്കലും അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സയൻസിൽ ഒരിക്കലും നമുക്കങ്ങനെ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. റിഫൈനിങ് ആണ് അല്ലേ, മോർ അക്യുറേറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫാക്ട്സുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് സയൻസിൽ പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെത്തി കഴിഞ്ഞ ഒബ്സർവേഷൻസിലൂടെ കണ്ടെത്തിയ കൺസെപ്റ്റ്സും തിയറീസും വീണ്ടും മോഡിഫിക്കേഷൻസിന് വിധേയമാവും ഇപ്പോൾ ഫർദർ ആയിട്ടുള്ള എംപരിക്കൽ ഒബ്സർവേഷൻസ് നടക്കുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് ഈസ് എ ബോഡി ഓഫ് നോളേജ് ആൻഡ് ദ പ്രോസസ് ഓഫ് അക്വയറിങ് ആൻഡ് റിഫൈനിങ് ദ നോളേജ്. Then the next definition, to learn science is to do science. There is no other way of learning science. ഡോക്ടർ D.S. കോത്താരിയുടെ ഡെഫിനിഷനാണത്. ഏറ്റവും വളരെ സിമ്പിളായി വളരെ കോംപ്രിഹെൻസീവായുള്ള ഒരു ഡെഫിനിഷനാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അത് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഡെഫിനിഷനാണ്. Then the next one, Dr. Schlesinger, he defines science is a process of human intellect. It is a way of thinking, way of doing, a method of discovering new relationships in the physical and biological universe. ഹ്യൂമൻ ഇൻ്റലക്റ്റ് ഏത് രീതിയിലാണോ പ്രോസസ്സ് ചെയ്യുന്നത് അതാണ് സയൻസ്. അതായത് ഹ്യൂമൻ ഇൻ്റലക്റ്റിൻ്റെ വേ ഓഫ് തിങ്കിങ്, ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു അല്ലേ, വേ ഓഫ് ഡൂയിങ്, എ മെത്തേഡ് ഓഫ് ഡിസ്കവറിങ്, എങ്ങനെയാണ് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ യൂണിവേഴ്സിലെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത്, ഇതെല്ലാം തന്നെ സയൻസാണ്. ഇറ്റ് ഈസ് ആൾസോ ദ പ്രോഡക്റ്റ് ഓഫ് സയൻസ്. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആണ് പ്രോഡക്റ്റ് ഓഫ് ദ പ്രോസസ്സ് അല്ലേ. പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റ് ആണതിൻ്റെ റിസൾട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ഡെഫിനിഷൻസ് വെച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ ഏകദേശം ഒരു സയൻസിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബേസിക്കലി നമുക്ക് 3 പ്രിൻസിപ്പിൾസ് ആണ് നേച്ചർ ഓഫ് സയൻസിൽ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ 3 ഡെഫിനിഷൻസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. സയൻസ് ഈസ് എ ബോഡി ഓഫ് നോളേജ് ആൻഡ് ദ സയൻസ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്വയറി, a way of investigation. Science is an attitude towards life. വളരെ വ്യക്തമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ ആവശ്യമില്ല. ദെൻ ഇതല്ലാതെ
കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേച്ചർ ഓഫ് സയൻസ് നോക്കുകയാണെങ്കിൽ the word is understandable. The world is understandable. സയൻസിൻ്റെ അനുമാനം തന്നെ വേൾഡിലെ എന്തും ഹ്യൂമൻ ഇൻ്റലക്റ്റ് വെച്ചിട്ട് വിത്ത് ദ എയ്ഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ കെയർഫുള്ളായി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യത്തെയും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാര്യകാരണ സഹിതമായി നമുക്കതിൻ്റെ വ്യക്തമായുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് സയൻസിൻ്റെ അനുമാനം. ആ ഒരു അനുമാനത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഓരോ നാച്ചുറൽ ഫിനോമിനൻസിൻ്റെയും പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഏതു രീതിയിലാണ് അവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും സയൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. Then the scientific ideas are subject to change. ചിലർക്കെങ്കിലും ധാരണ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലുള്ള ഒരു ധാരണയായിരിക്കാം സയൻസിൻ്റെ നോളേജ് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നോളേജാണ്, ഒരിക്കലും അതൊരു സത്യമാണത് അല്ലേ, അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് എന്നുള്ളൊരു ചിന്താഗതി കുട്ടികളുണ്ടാവാം. ഒരിക്കലും അല്ല. സയൻറ്റിഫിക് ഐഡിയാസ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മൾ സയൻറ്റിഫിക് നോളേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എംപരിക്കൽ ഒബ്സർവേഷൻസ് ആണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻസ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഒബ്സർവേഷൻസ് നടത്തുന്നതനുസരിച്ച് മോർ അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളെ, ഇന്ന് കാണുന്ന ചില സത്യങ്ങളെ ഇന്ന് സത്യമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ കുറേ കാര്യങ്ങളെ നമ്മൾ ചില മോഡിഫിക്കേഷൻസ് നമുക്ക് പിന്നീട് അംഗീകരിക്കേണ്ടതായി വരും. അത് കൂടുതൽ ഒബ്സർവേഷൻസും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉള്ള അല്ലെങ്കിൽ മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് സയൻസിലെ ലക്ഷ്യം. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്തിലേക്ക് എത്തുക എന്നത് നമുക്ക് പെട്ടെന്ന് സാധിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പോൾ ഏറ്റവും മോർ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. ഓക്കെ, the next, science cannot provide complete answers to all questions. ഇത് ഒരു മിത്തായിട്ട് ചിലപ്പോൾ ചില സ്റ്റുഡൻസിലെങ്കിലും കാണാം. സയൻസിന് എന്തിനുമുള്ള ഒരു ഉത്തരമുണ്ട്, ഏത് ചോദ്യത്തിനും സയൻസിന് ഉത്തരം നൽകാൻ കഴിയുമെന്നുള്ളത് അതൊരു മിത്ത് മാത്രമാണ്, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരിക്കലും സയൻസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ സയൻസ് ഹ്യൂമൻ ഇൻ്റലക്റ്റ് ആണ് ശരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുള്ളൊരു ലെവലിലല്ല നമ്മുടെ സയൻസ് നിൽക്കുന്നത്. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും നമുക്ക് വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ഈവിൾ അല്ലേ, ഈ ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരമില്ല, സയൻസിന് ഉത്തരമില്ല. സയൻസ് പക്ഷേ ഈ തരത്തിലുള്ള ഇഷ്യൂസിനും ചില ഡിസ്കഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സയൻസിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ ദ സയൻസ് ഡിമാൻഡ്സ് എവിഡൻസ്. സയൻസിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എവിഡൻസ് തന്നെയാണ്. ഒബ്സർവേഷൻസിലായാലും ഇൻവെസ്റ്റിഗേഷൻസിലായാലും റിസർച്ച് സ്റ്റഡീസ് ഏത് കാര്യത്തിലായാലും എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ സയൻസ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ലോജിക് ആൻഡ് ഇമാജിനേഷൻസ്. ചിലർക്കെങ്കിലും തോന്നാം സയൻസിൽ എന്താണ് ഇമാജിനേഷൻസിനുള്ള ഒരു പ്രാധാന്യം എന്നുള്ളത്. തീർച്ചയായും സയൻസിന് ഇമാജിനേഷൻസിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം ലോജിക്കൽ റീസണിങ്ങും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സയൻസ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റാസിനെ വെച്ചിട്ടോ ഇല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പോയി ഒബ്സർവേഷൻസ് നടത്തി ഡാറ്റാസ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോമുലേറ്റ് ചെയ്ത് ഈ രീതിയിൽ തന്നെ നമ്മുടെ സയൻസ് സ്റ്റഡീസോ അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളേജോ ഡെവലപ്പ് ചെയ്ത് കൊള്ളുന്നില്ല. ചില സമയത്തെങ്കിലും വളരെ ആക്സിഡൻ്റലായിട്ട് നമുക്ക് നേരിട്ട് റിസൾട്ടിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം എത്തുക. അതിൽ നിന്ന് അത് ഇന്ന റിസൾട്ടാണ് എന്നുള്ളത് അനുമാനിക്കാനുള്ള ഒരു ലോജിക്കൽ റീസണിങ്ങും ഇമാജിനേഷൻസും അവിടെ സയൻറ്റിസ്റ്റിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില ഡാറ്റാസ് ചില സയൻറ്റിസ്റ്റിനെങ്കിലും
റിജക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഡാറ്റ, അതിലൊന്നുമില്ല എന്ന് കരുതി റിജക്റ്റ് ചെയ്യുന്ന ഡാറ്റയിൽ നിന്ന് മറ്റു ചില സയൻറ്റിസ്റ്റുകൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടാനും സാധിക്കുന്നത്. അവരുടെ നോളേജും ലോജിക്കൽ റീസണിങ്ങും ഇമാജിനേഷൻസും വ്യത്യസ്തത ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ സയൻസിൽ ഒരു ബ്ലെൻഡാണ്, അതായത് ലോജിക്കൽ റീസണിങ്ങും ഇമാജിനേഷൻസും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് അവിടെ നടക്കുന്നത് സയൻസിൽ. ഓക്കെ, ദെൻ ദ സയൻസ് ഈസ് എ കോംപ്ലെക്സ് സോഷ്യൽ ആക്ടിവിറ്റി. നമുക്കറിയാം സയൻസിൻ്റെ ഒരു സ്റ്റഡി, എന്ത് സ്റ്റഡി ആയിക്കോട്ടെ, സയൻസിനെ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കില്ല അത്. കാരണം അവിടെ ഒരുപാട് ഒരു സൊസൈറ്റിയിലുള്ള ഒരുപാട് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് അവിടെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ടെക്നോളജിക്കലി ഹെൽപ്പ് വേണം, മാത്തമാറ്റീഷ്യൻസിൻ്റെ ഹെൽപ്പ് വേണം, എൻജിനീയേഴ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, ചിലപ്പോൾ ലൈബ്രറി മസ്റ്റായിട്ടും ലൈബ്രറീസിൻ്റെ ഹെൽപ്പ് വേണം അല്ലേ. ഒരു സബ്ജക്റ്റ് കിട്ടും, നമുക്ക് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ഒരു ലൈബ്രറിയനെയാണ്. കാരണം അവർക്കാണത് കൂടുതലായിട്ട് ഏത് രീതിയിലാണ് എവിടെയാണ് ബുക്സ് ഉള്ളത് എല്ലാം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻസിൻ്റെ ആയാലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ ആയാലും ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി പറഞ്ഞു തരുന്ന ആൾക്കാരുടെ ആയാലും ഒരു സൊസൈറ്റിയിലുള്ള പല പല വിധത്തിലുള്ള പ്രൊഫഷണൽസിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് വരാം. പ്രൊഫഷണൽസ് അല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളും നമുക്ക് വരാം. അപ്പോൾ ഒരു സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, ഒരു വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് വളരെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് സയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഗൂഗിൾ മീറ്റിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ചെറിയൊരു പാർട്ടാണ്, അപ്പോൾ അതിൽ കൂടുതൽ ഡൗട്ട്സിൻ്റെ കാര്യമില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.